നമ്മുടെ കേരള സർക്കാർ ഇവിടെ ദേവന്റെ സ്വത്തും പണവും എല്ലാം കൊള്ളയടിച്ചുകൊണ്ടിരിക്കുക. ആദ്യം സ്വർണമായിരുന്നു, ഇപ്പോഴിതാ ദേവന്റെ ഭൂമി തന്നെ കൈക്കലാക്കി അതിന്റെ കിട്ടിയ പണം പോലും കൊള്ളയടിച്ചിരിക്കുന്നു. ഈ സർക്കാർ പൂർണ്ണമായിട്ടും ഹൈന്ദവ വിരുദ്ധമാണ് എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത കൂടിയല്ലേ ഇപ്പോൾ വരുന്നത്? അതെ, കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിലെ മാറി മാറി ഭരണം നടത്തിയ ഇടതു മുന്നണിയുടെയും വലതു മുന്നണിയുടെയും സർക്കാരൊക്കെ പറയുന്നത് ഞങ്ങൾ ദേവസ്വവുമായി ബന്ധപ്പെട്ട നയാ പൈസ എടുക്കുന്നില്ല, അവിടുന്ന് കിട്ടുന്ന പൈസയെല്ലാം ഞങ്ങൾ ദേവസ്വത്തിന് വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അത് തീർത്തും തെറ്റാണ്. കാരണം താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ കുറേയേറെ കാലമായി കേരളത്തിൽ ചർച്ച ചെയ്യുന്ന ദേവസ്വത്തിലെ കൊള്ളകൾ, അത് ശബരിമലയിലെ ആയിക്കൊള്ളട്ടെ, മറ്റ് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിലായിക്കൊള്ളട്ടെ, എല്ലായിടവും കോടിക്കണക്കിന് രൂപ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് കൊള്ളയടിക്കുകയോ അല്ലെങ്കിൽ ഭരിക്കുന്നവരെ അഴിമതി കാണിച്ചുകൊണ്ട് പണം എടുക്കുകയോ ചെയ്യുന്നു എന്നുള്ളത് എല്ലാവരും ഇന്ന് സമ്മതിച്ചു കഴിഞ്ഞൊരു വസ്തുതയാണ്. അത് തീർത്തും ശരി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഉണ്ടായിരിക്കുന്ന ഒരു സംഭവം നമുക്കറിയാം, ദേശീയപാതയുടെ വികസന പരിപാടികൾ നടക്കുകയാണ്. ആ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം വസ്തുവകകൾ, കെട്ടിടങ്ങളും പുരയിടങ്ങളും കടകമുറികളും ഒക്കെ തന്നെ സർക്കാർ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ദേശീയ പാത വികസന അതോറിറ്റി പൊന്നും വിലക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പൊന്നും വിലക്ക് എടുത്തപ്പോൾ ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലെ ഹൈവേയുടെ ഇരുവശങ്ങളിലുമുള്ള 22 ക്ഷേത്രങ്ങളുടെ പുരയിടവും അല്ലെങ്കിൽ കെട്ടിടഭാഗങ്ങൾ, ആനക്കൊട്ടില്, കാണിക്കവഞ്ചി, ക്ഷേത്രത്തിന്റെ മതില് തുടങ്ങിയവയൊക്കെ തന്നെ പൊന്നും വില നടപടികളുടെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ വിവരാവകാശ പ്രകാരം കിട്ടിയ ഒരു രേഖ അനുസരിച്ച് ഇപ്രകാരം ഏറ്റെടുത്ത 22 ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ ഭൂമി വില, കെട്ടിട വില വേറെയാണ്, ഭൂമി വിലയായിട്ട് ഏകദേശം 35 കോടി രൂപയാണ് ഈ അനുവദിച്ചിരുന്നത്. ആ തുക പൂർണ്ണമായും സർക്കാർ വാങ്ങിച്ചെടുത്തു. അതിന് പറഞ്ഞിരിക്കുന്ന കാരണം എന്താണ്? റവന്യൂ രേഖകൾ അതിന് പറഞ്ഞിരിക്കുന്ന കാര്യം, സർക്കാർ പറയുന്നത് ഈ ഹിന്ദു ക്ഷേത്രങ്ങളെല്ലാം തന്നെ സർക്കാർ പുറമ്പോക്കിലാണ്. എന്ന് വെച്ചാൽ ഹിന്ദു ദേവീ ദേവന്മാരൊക്കെ പുറമ്പോക്ക് ദൈവങ്ങളാണ് എന്ന രീതിയിൽ ആണ് ഇവിടുത്തെ നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ആ പൈസ ഞങ്ങളാണ് മേടിച്ചെടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ 35 കോടി രൂപ മേടിച്ചിരിക്കുന്നത്. ഒരു ചെറിയ ഉദാഹരണം പറയാം, 1-2 രൂപയല്ല. ആലപ്പുഴ ജില്ലയിലെ ഇരട്ടക്കുളങ്ങര എന്ന് പറയുന്ന ക്ഷേത്രത്തിന് മാത്രം 7.5 കോടി രൂപയുടെ വസ്തുക്കളാണ് സർക്കാർ നഷ്ടപരിഹാരമായി കൈപ്പറ്റിയിരിക്കുന്നത്. അതേ സാഹചര്യമാണ് കൊല്ലം പുതിയകാവ് ക്ഷേത്രം. ആലപ്പുഴ ജില്ലയിലെ 15 ക്ഷേത്രങ്ങള്, കൊല്ലം ജില്ലയിലെ 5 ക്ഷേത്രങ്ങള്, തിരുവനന്തപുരം ജില്ലയിലെ 2 ക്ഷേത്രങ്ങള്, 22 ക്ഷേത്രങ്ങളിലെ ദേവീ ദേവന്മാരെ പുറമ്പോക്ക് ദൈവങ്ങളാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി സർക്കാർ 35 കോടി രൂപ വാങ്ങിച്ചെടുത്തത് ഹിന്ദുവിനോടുള്ള അവരുടെ മനോഭാവം കാണിക്കുന്നതാണ്. അതായത് ഈ പണം നഷ്ടപരിഹാരമായിട്ട് കിട്ടിയ പണം ഉപയോഗിച്ച് ക്ഷേത്രം നവീകരിക്കുകയും അവിടുത്തെ മതിലുകൾ കെട്ടുകയും വീണ്ടും ആ ക്ഷേത്രത്തിന് ഗുണപ്പെടുന്ന രീതിയിലും ഭക്തർക്ക് ഗുണപ്പെടുന്ന രീതിയിലും അല്ലേ ഈ ധനം വിനിയോഗിക്കേണ്ടത്? തീർച്ചയായിട്ടും നമ്മൾ നോക്കുക, ആലപ്പുഴ ജില്ലയിലോട്ട് വരുമ്പോൾ ആ ഇരട്ടക്കുളങ്ങര ക്ഷേത്രത്തിൽ ഒരു മതില് പോലും നിർമ്മിച്ചിട്ടില്ല. കോടിക്കണക്കിന് രൂപ ദേവസ്വം ബോർഡ് കൈപ്പറ്റിയിട്ടുണ്ട്. എന്ത് വിധത്തിലാണ്? കെട്ടിടങ്ങളും മതിലും നഷ്ടപ്പെട്ടതിന് ദേവസ്വം ബോർഡ് 1 രൂപ മുടക്കി മതിൽ പണിഞ്ഞിട്ടില്ല. സർക്കാർ 7.5 കോടി രൂപ കൈപ്പറ്റി 1 രൂപ മുടക്കി മതില് പോലും പണിഞ്ഞിട്ടില്ല. എത്രമാത്രം ശോചനീയമായ അവസ്ഥയിലാണ് ഈ മഹാക്ഷേത്രങ്ങളൊക്കെ തന്നെ കിടക്കുന്നത്. കോടികൾ വാങ്ങി. നമ്മൾ നോക്കേണ്ടത് ഹിന്ദുധർമ്മ പ്രവർത്തനത്തിന് വേണ്ടി, ഹിന്ദു മതപാഠശാലകൾക്ക് വേണ്ടി, സാധുക്കളായ ഹിന്ദുക്കളുടെ വിവാഹം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ഓഡിറ്റോറിയങ്ങള്, യാതൊന്നും പണിയാതെ ഈ പൈസ വർഷങ്ങളായി സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. എത്ര രൂപ പലിശ ഇനത്തിൽ തന്നെ ഇപ്പൊ സർക്കാർ മേടിച്ചെടുത്ത് കാണും. ഇത് ഹിന്ദുക്കളുടെ. അതേ സാഹചര്യത്തിൽ ധാരാളം മുസ്ലിം പള്ളികളും ക്രൈസ്തവ ദേവാലയങ്ങളുടെ ഭാഗങ്ങളും ഒക്കെ പൊന്നും വിലക്ക് എടുത്തിട്ടുണ്ട്. ആ കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് ആ മതവിഭാഗങ്ങളൊക്കെ തന്നെ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളും മനോഹരമായ പള്ളി സമുച്ചയങ്ങളും ഒക്കെ തന്നെ പണി പൂർത്തിയാക്കിയപ്പോൾ ഹിന്ദുവിന്റെ അവസ്ഥ എത്ര ദയനീയമാണെന്നുള്ള കാഴ്ച അരൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ ഒന്ന് യാത്ര ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും. ഇടിഞ്ഞു പൊളിഞ്ഞ മതിലുകള്, പകുതി പൊളിച്ചു മാറ്റിയ ആനക്കൊട്ടിലുകള്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഇല്ലാതായിപ്പോയ കാണിക്ക മണ്ഡപങ്ങളൊക്കെ തന്നെ അത്ര അപഹാസ്യമായ രീതിയിൽ ഹിന്ദു ദേവാലയങ്ങളോടാണ് ഇവർ ഈ ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഇത് ഒരു രീതി മാത്രമല്ല. നേരത്തെ ഭഗവാന്റെ പൊന്നിലായിരുന്നു, അതായത് സ്വർണത്തിലായിരുന്നു കണ്ണു വെച്ചിരുന്നെങ്കിൽ അതിനുശേഷം
ഭഗവാന്റെ വിവിധ ക്ഷേത്രങ്ങളിൽ, ഒന്നും രണ്ട് ക്ഷേത്രമല്ല, വിവിധ ക്ഷേത്രങ്ങളിൽ തിരുവനന്തപുരത്ത് അടക്കം, തിരുവനന്തപുരം ശ്രീവരാഹ ക്ഷേത്രത്തിലെ അടക്കം സ്വർണ്ണമാലകളും ഭഗവാന്റെ ഇവിടുത്തെ തൃപ്പൂണിത്തുറയുള്ള ഭഗവാന്റെ പൂർണ്ണത്രയീശന്റെ കിരീടത്തിന്റെ ഭാഗങ്ങളും അടക്കം ഇവർ കാണാതായിരിക്കുകയാണ്. നിലവിൽ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ ഇതൊന്നും കാണാനില്ല എന്ന് പറഞ്ഞിരിക്കുക. ആ അവസ്ഥയിൽ അങ്ങനെ സ്വർണം പോലും കൊള്ളയടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ഭഗവാന്റെ മണ്ണും കൊള്ളയടിക്കുന്നു, ഭഗവാന്റെ മണ്ണിനെ കൂടി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. ക്ഷേത്ര ധ്വംസനമാണ് ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ലേ ശരിയായ കാര്യം? കമ്മ്യൂണിസത്തിന്റെ അടിസ്ഥാന സ്വഭാവം തന്നെ അതാണല്ലോ. മതനിഷേധവും അല്ലെ ദൈവനിന്ദയുമാണ് അവരുടെ അടിസ്ഥാന പ്രമാണം. ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രമാത്രം ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു തത്വശാസ്ത്രമാണ് ഇവരെ നയിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് മണ്ണും അതുപോലെ തന്നെ സ്വർണവും ഇവരുടെ ഒരു വീക്ക്നെസ് ആണ്. ആ വീക്ക്നെസിന്റെ ഭാഗമായിട്ടാണ് ഈ കാണിക്കുന്ന തോന്നിയവാസങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ഹിന്ദു സംഘടനകൾ, ഞാനതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ ഒരു OP ഫയൽ ചെയ്ത് കഴിഞ്ഞു. ഈ പൈസ പ്രത്യേകമായി സൂക്ഷിച്ച് ഈ ഏതൊക്കെ ക്ഷേത്രങ്ങളുടെ ആണോ ഈ സ്വത്തുക്കൾ ആ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഈ പണം വിനിയോഗിക്കണമെന്ന്. ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ കെട്ടിടങ്ങളായിക്കൊള്ളട്ടെ, ഈ മണ്ണായിക്കൊള്ളട്ടെ, ഇത് സർക്കാരിന്റെയാണോ യഥാർത്ഥത്തില്? അതാത് സമൂഹത്തിലെ ഭക്തന്മാര് കാണിക്കായി അർപ്പിച്ച അതാത് കാലത്തെ ആ ക്ഷേത്രത്തിന്റെ നടത്തിപ്പുകാർ കഷ്ടപ്പെട്ട് നേടിയ മണ്ണും കെട്ടിടങ്ങളുമാണ് ഈ സർക്കാരിന്റെ പണം. അങ്ങനെ കിട്ടിയ നഷ്ടപരിഹാരമാണ് സർക്കാർ ഇത്തരത്തിൽ ദുരുപയോഗപ്പെടുത്തുന്നത്. തീർത്തും തെറ്റാണ്. ഹിന്ദു ദേവാലയങ്ങളെ, ഹിന്ദു ദേവീദേവന്മാരെ പുറമ്പോക്ക് ദൈവങ്ങളെന്ന് പ്രഖ്യാപിക്കുന്ന ആ നടപടിയെ തീർത്തും എതിർക്കപ്പെടേണ്ടതാണ്. അതിനെതിരെ ശക്തമായ രീതിയിൽ കോടതിയിൽ കൂടി നമ്മൾ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകും. ഒരിക്കലും പുറമ്പോക്ക് ദൈവങ്ങളല്ല ഹിന്ദുവിനുള്ളത്. ഹിന്ദുവിന്റെ ദൈവങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമല്ല. അവർക്ക് സ്വന്തമായ ഐഡന്റിറ്റി ഉണ്ട്. നിയമത്തിൽ പറയുന്ന പെർപ്പച്വൽ മൈനറാണ്. അവരുടെ ഉടമസ്ഥയിലുള്ള വസ്തുക്കളെ ഇങ്ങനെ പുറമ്പോക്ക് വസ്തുക്കളെന്ന് ചിത്രീകരിച്ച് പണം കൊള്ളയടിച്ച നടപടി തെറ്റാണ്. അതെ, ഇതിനെതിരെ ശക്തമായിട്ടുള്ള ഹിന്ദുക്കളുടെ ഒരു പ്രതിഷേധം ഉയർന്നു വരേണ്ടതുണ്ട്. ശക്തമായിട്ട് ഇതിനെതിരെ പ്രതിഷേധിക്കേണ്ടതുണ്ട്. കാരണം ഇനിയും ഇതുപോലെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ ഇതൊരു കീഴ്വഴക്കമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതിനുള്ള ഉണ്ടാക്കാതെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം ഹിന്ദു സമൂഹത്തിൽ നിന്ന് ഉണ്ടായി വരേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും അത് ഉണ്ടാകും. അതായത് ആദ്യപടി നമുക്ക് എത്ര പ്രതിഷേധം ചെയ്താലും അതിനൊക്കെ ചില പരിമിതികളുണ്ട്. കേരള സാഹചര്യത്തിൽ നിയമപ്രകാരമുള്ള പോരാട്ടമാണ് നമ്മൾ ഹൈക്കോടതിയിൽ OP ഫയൽ ചെയ്ത് കഴിഞ്ഞു. വളരെയധികം നന്ദി സർ.